ഇനി മുത്തുനബിയുടെ സന്താനങ്ങൾക്കെതിരെയുള്ള വഹാബി പരിഹാസങ്ങൾ നമുക്കൊന്ന് കാണാം. സന്യാസിമാരെ കുറിച്ചും സിദ്ധന്മാരെ കുറിച്ചും സജീവമായി ചർച്ച നടക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോ SSSന്റെ ഒരു പ്രസ്താവന, തങ്ങളുടെ കുടുംബത്തെ കുറ്റപ്പെടുത്തരുത്, നബി കുടുംബത്തെ കുറ്റപ്പെടുത്തരുത് അല്ലേ? കേരളത്തിലൊക്കെ അറിയപ്പെട്ട തങ്ങന്മാരുടെ ഒരൊറ്റ കുട്ടിയും താടി വെച്ചിട്ടില്ല. നബിക്ക് എന്താ ബന്ധം? നബിയുടെ ഒരൊറ്റ സഹാബിയും താടി വെക്കാത്തവരായിട്ടില്ല. ഇവർക്ക് എന്താ ബന്ധം? ഇവർക്ക് രോമം തന്നെയല്ല. എന്താ പ്രശ്നം? താടി വരാനില്ല, അല്ലാനിട്ടല്ല, വരാനിട്ടല്ല. തങ്ങളായി അറിയപ്പെട്ട ഒരു തങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സമൃദ്ധമായ താടി, അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. പിന്നെ എന്ത് തങ്ങൾ? തൗഹീദാണ് തങ്ങന്മാരുടെ മുഖമുദ്ര. തൗഹീദ് ഉണ്ടോ? ഇല്ല. മന്ത്രിച്ചൂരി ചരട് കെട്ടി കൊടുക്കുക, 20 വയസ്സിന്റെ ചരട് 250 മന്ത്രിച്ചൂരി കെട്ടുന്ന തങ്ങൾ ഏത് തങ്ങൾ? അയാൾ ആരെ തങ്ങളാണ്? ഇവിടുത്തെ തങ്ങളാണ് അല്ലെ? തങ്ങന്മാരുടെ റസൂലിന്റെ കുടുംബക്കാർ മന്ത്രിച്ചൂരി കെട്ടാത്തവരായി അല്ലേ? 10 പൈസന്റെ നൂല് കെട്ടിയിട്ട് 200 രൂപ വാങ്ങാം അല്ലേ? 10 രൂപന്റെ പച്ചവെള്ളം വിറ്റ് 10,000 വാങ്ങാം. അങ്ങനത്തെ ആളുകളായിരുന്നില്ല പ്രവാചകന്റെ. മുജാഹിദ് പൗരോഹിത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ഖലീൽ തങ്ങളിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊള്ളി. ലോകം നന്നാവട്ടെ. മരണപ്പെട്ടുപോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സ്ത്രീമാരോടും അമൃതാനന്ദമയിമാരോടുമൊപ്പം കൂട്ടിക്കെട്ടി പരിഹസിക്കുന്ന മുജാഹിദ് പുരോഹിതനെ നിങ്ങളൊന്ന് കാണൂ. ചൂഷണ മനസ്ഥിതി, അടിമത്തം ഉണ്ടാക്കുന്ന മനസ്ഥിതി, ഉടമത്ത മനസ്ഥിതി ആർക്കൊക്കെ വരുന്നറിയാമോ? ഈ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൽ കത്തിത്തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് നിത്യ ഗുരു നിത്യ ചൈതന്യയതി. പേര് നോക്കണേ, മാതാപിതാക്കളിട്ട പേരല്ല, രാജ്യം സമ്മാനിച്ച പേരല്ല. ശ്രീ ശ്രീ കാമകോടി മഠാധിപർ അല്ലേ? ശ്രീ 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 18 ശ്രീ ആചാര്യ രവിശങ്കർ, ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മനസ്സിലായോ? പേരുകൾ കൊണ്ട് വലുതാവുക. ആര്? ജനങ്ങൾ വലുതാക്കുകയാണ്, മറ്റുള്ളവർ വലുതാക്കുകയാണ്. ഇനിയും അഭിവന്ദ്യരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളെ കുറിച്ച് മുജാഹിദ് പുരോഹിതൻ തന്നെ പറയുന്നത് കേൾക്കൂ. ഇവിടെ ഒരു ഖലീൽ തങ്ങൾ ആൾ ദൈവമാണെങ്കിൽ, മറുഭാഗത്ത് സായിബാവയാണെങ്കിൽ, മറുഭാഗത്ത് അമ്മയാണെങ്കിൽ, മറുഭാഗത്ത് ശ്രീ ശ്രീ രവിശങ്കർ ആണെങ്കിൽ, മറുഭാഗത്ത് പോട്ടാ ധ്യാന കേന്ദ്രങ്ങളാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയുടെ കൈകൾ ഹറാമിന്റെ കൈകളാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് കേൾക്കൂ. അപ്പം മുത്താൻ പറ്റിയ കൈ തങ്ങന്മാരെ കൈയല്ല, അത് ഹറാമിന്റെ കൈയാ. പാണക്കാട് തങ്ങളെയും ഖലീൽ തങ്ങളെയും ഇനിയും പരിഹസിക്കുന്നത് കേൾക്കൂ. തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. ആദരണീയരായ പാണക്കാട് ശിഹാബ് തങ്ങളെ കുറിച്ച് മറ്റൊരു മുജാഹിദ് പുരോഹിതൻ പറയുന്നത്, പിന്നെ തങ്ങന്മാരങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലേ? തങ്ങൾ പറഞ്ഞ ആരാ? എല്ലാ രാഷ്ട്രീയത്തിലും ഒരു നേതാവ്, മതസംഘടനയിലും ഒരു നേതാവ്, തങ്ങന്മാർക്കല്ല നേതൃത്വം. അതിനാ ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനത്തെ ആത്മീയ നേതാവൊന്നുമില്ല. ചില ആളുകൾ ശിഹാബ് തങ്ങൾ ആത്മീയ നേതാവ് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ കരുണാകരന്റെ ഒക്കെ മാതിരി നേതാവ്, ഉമ്മൻചാണ്ടിന്റെ ഒക്കെ മാതിരി നേതാവ്, അത്രയൊന്നും ഞങ്ങൾക്ക്. മഹാനായ ഖലീൽ തങ്ങളെ ശിർക്കിന്റെ പ്രചാരകനാണെന്ന് പറയുന്ന സലഫിയെ ഒന്ന് കാണൂ. ിർക്കാണെങ്കിൽ ഇന്നിവിടെ ശ്രീ ശ്രീ രവിശങ്കർ പഠിപ്പിക്കുന്നതും ശിർക്ക് തന്നെയാണ്. ജനാബ് ഖലീൽ തങ്ങൾ പഠിപ്പിക്കുന്നതും ശിർക്ക് തന്നെയാണ്. അതേതാത്മീയ സദസ്സിൽ വെച്ച് പറഞ്ഞാലും ശരി, എത്രായിരം ആളുകളുടെ മുമ്പിൽ വെച്ച് കരഘോഷങ്ങളില്ലാതെ തക്ബീർ ധ്വനിയിലോ സലാമിന്റെ കമ്പടിയോടുകൂടെയോ പറഞ്ഞാലും ശരി, ശിർക്ക് തന്നെയാണ്. ആര് പറഞ്ഞാലും അത് ശിർക്കാണ്. ഇനി മുജാഹിദ് മതത്തിലെ തങ്ങന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവരും ആദമിന്റെ മക്കളാണ്, എല്ലാവരും തങ്ങന്മാരാണ്, എല്ലാവരും തങ്ങളുടെ മക്കളാണ്. ചങ്ങായിമാരെ, ഈ പറയുന്നങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. എല്ലാവരും തങ്ങന്മാരാണ്, എല്ലാവരും തങ്ങളുടെ മക്കളാണ്.